ഹലോ, കരൻ ഹബിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡാൻസൊക്കെ കാണുന്നത് മുകളിൽ നിന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോകാം കേട്ടോ. താഴത്ത് ചെന്നാലും കുറേ സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തോട്ട് പോകാം. ആക്കിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് നമ്മളിപ്പോൾ ഇനി ഡാൻസൊക്കെ കണ്ടെടുത്തോട്ട് പോവുകയാണേ. വേണോ? എനിക്കാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ്സ് വേണമായിരുന്നു. കരിമ്പ് ജ്യൂസ് ഉണ്ട്. അങ്ങനെ നമ്മൾ താഴത്തോട്ട് പോവുകയാണ്. കെനിയയിലുള്ളവരൊക്കെ ഒത്തിരി കാശൊക്കെ മുടക്കാൻ കഴിവുള്ളവരൊക്കെ മസായി മാറ മൊംബാസയ്ക്കൊക്കെ ഡിസംബർ മാസം പോകുന്നതാണ് കേട്ടോ. അല്ലാത്ത കുറച്ച് കാശൊക്കെ കയ്യിലുള്ളവരൊക്കെ ഇങ്ങനെ മോളിൽ വരും കേട്ടോ. അപ്പോൾ മോളിൽ കൂടെ ഇങ്ങനെ നടക്കണതിന് കാശൊന്നും മുടക്കില്ലല്ലോ. പിന്നെ കാർ കൊണ്ട് വന്നെങ്കിൽ കാർ പാർക്ക് ചെയ്യണതിൻ്റെ 100 രൂപ കൊടുക്കേണ്ടി വരും. അതല്ലാതെ വേറെ ചിലവുകളൊന്നുമില്ല കേട്ടോ. കുഞ്ഞൊന്ന് നടക്കട, അച്ഛക്ക് കൈ കഴിക്കൂടാ, ഒന്ന് നടക്കുക. പിന്നെ ഈ മോളുകളിലൊക്കെ ഭയങ്കര വിലയാണ് സാധനങ്ങൾക്കൊക്കെ. പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി അതൊക്കെ മേടിക്കണോ മേടിക്കണ്ടേ എന്നുള്ളതൊക്കെ നമ്മുടെ തീരുമാനമാണ് കേട്ടോ. മോളിൽ കൂടെ ചുമ്മാ ഇങ്ങനെ ഉരാത്ത് നടന്ന് എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ നോക്കി നടക്കാനാണെങ്കിൽ വെറുതെ നടക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും നല്ല കാശാവും കേട്ടോ. കാശൊക്കെ മുടക്കണോ മുടക്കണ്ടയോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ മെയിൻലി വരുന്നത് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക, പിന്നെ ചിലപ്പോൾ ഫുഡ് കഴിക്കും കേട്ടോ. കാരണം പുഞ്ചി ഉള്ളപ്പോൾ പുഞ്ചിക്ക് എപ്പോഴും വിശക്കണു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഫുഡൊക്കെ കഴിക്കും. പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കും കേട്ടോ. പിന്നെ ഫുഡ് പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കയറി കുറച്ച് സാധനമൊക്കെ മേടിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഒറിജിനൽ ഇലയല്ല കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നോക്ക്, ഇതിൻ്റെ കീഴിൽ നിന്ന് ഇത്രയും സ്ഥലത്താണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമ്മളിവിടെ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഈ എൻട്രി ഇതാണ്. ഇവിടെ എത്തി. ഇവിടെ ഒരു ആർട്ട് കഫേ ഉണ്ട് കേട്ടോ. നമ്മൾ നാളൊരു ദിവസം പോയി ഫുഡൊക്കെ കഴിച്ചു. ആർട്ട് കഫേ ഇവിടെ കണ്ടില്ലേ. ഇവിടെ ആണെങ്കിൽ മസായി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. മസായി മാർക്കറ്റൊക്കെയാണെന്ന് പറഞ്ഞാൽ തൊട്ടാ പൊള്ളണ പോലത്തെ വിലയാണ് കേട്ടോ. ഭയങ്കര വിലയാണ്. എനിക്കാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് മേടിക്കണമായിരുന്നു. ഉണ്ടോ? കമ്മി ഹായ്. ഉണ്ടോ? എനിക്കിഷ്ടമാണ് ഇവരുടെ എല്ലാ സാധനങ്ങളും. നല്ല കൗതുകമുള്ള സാധനങ്ങളല്ല. കണ്ടോ? ഡ്രസ്സൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. യെസ്, അസാൻറ്റി. Acha nipange. Yes, sister, welcome. It's okay. ഇവരുടെ വിലയിലുള്ള സാധനം മേടിക്കാൻ നമുക്ക് കാശൊന്നും തികയില്ല. അത്ര വിലയാട്ടോ. വെൽക്കം. I want Evilai bracelet. You Evilai. Evilai. Oh, I will show you. We go inside. I have other stuff there. പറയുമായിരുന്നു ഇവർക്ക് ഇവിടെ ഒരു ഗോഡൗൺ പോലെ ഉണ്ട്. അതിനകത്തുണ്ട് എവിളയുടെ ബ്രേസ്ലെറ്റ്. അയ്യോ, ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവർ അകത്തോട്ട് തന്നെ കയറ്റി കാണിച്ചാണ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. ആണ് വലിയ ജിറാഫ്. ഇന്നലെ ദാസേടൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ ജിറാഫിനെ ഞാൻ കണ്ടിരുന്നു. എന്നെ കാണാണ്ട് വരുവായിട്ട് ഓടിപ്പോയി കാണും. ഞാൻ അകത്തോട്ട് കയറിയില്ലേ, നോക്കട്ടെ. ഞാൻ എവിളയുടെ ബ്രേസ്ലെറ്റും തപ്പി വന്നിട്ട് എങ്ങോട്ടോ പോന്നു. എന്താ ബാഗുകൾ.
ഇതിൻ്റെ അടിയിൽ കൂടി ഈ സൺലൈറ്റ് തന്നെയാണ് നല്ല ഭംഗിയുണ്ടല്ലേ. ഫോട്ടോ എടുത്ത് കൊടുക്കുകയും പക്ഷെ പ്രിൻ്റൊന്നും എടുത്ത് കൊടുക്കില്ല, ഫോട്ടോ എടുത്ത് നമുക്ക് മൊബൈലിൽ അയച്ചു തരും ഇങ്ങനെ സ്ഥലത്തിൻ്റെ കീഴിൽ നിന്നിട്ട്. അപ്പോൾ അതിന് 150 ഷില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ കൊഞ്ചിയുടെ സിംഗിളായിട്ട് ഒരെണ്ണം എടുത്തു, ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരെണ്ണം എടുത്തു കേട്ടോ. അപ്പോൾ 2 എടുത്തു. നല്ല രസമുണ്ട്, അപ്പോൾ എടുക്കേണ്ടത് തന്നെയാണ്. ഹലോ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും എവിടെ ഇത്രയും തപ്പി നടന്നിട്ട് എവിടെയുടെ ബ്രേസ്ലെറ്റ് ഞാൻ മേടിച്ചു എന്ന്. അപ്പോൾ അന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം മനുവേട്ടൻ എന്നെ കോൾ ചെയ്തായിരുന്നു, നീ എവിടെയാണ് കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഓടി വന്നതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. എൻ്റെ എവിടെയുടെ ബ്രേസ്ലെറ്റ് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്രയും തപ്പി നടന്നതിന് എനിക്കൊരു നഷ്ടബോധം തോന്നണില്ല കേട്ടോ. എവിടെ എന്നൊക്കെ പറഞ്ഞാൽ അയ്യൊക്കെ ഇങ്ങനെ എണീറ്റ് വന്ന പോലത്തെ ഒരു അയ്യാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശിവന്റെ 3rd ഐ പോലത്തെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 500 ഷില്ലിങ്സ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. പിന്നെ അവിടെ വെച്ച് നമ്മൾ 2 ഫോട്ടോസ് എടുത്തായിരുന്നു. ഒന്ന് പൊഞ്ചിയുടെ സിംഗിൾ, പൊഞ്ചി ഇങ്ങനെ വലിയ ഭംഗിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുത്തായിരുന്നു. ആ 2 ഫോട്ടോ ഞാൻ ചുവടെ ചേർക്കുന്നുണ്ട്. ഇങ്ങോട്ട് എങ്ങനെ ഒരു പശു വന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.